നമുക്കിഷ്ടപ്പെട്ട മേഖലകളിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് റൊണാൾഡ് ട്രംപ്. ട്രംപ് തൻ്റെ 75-ാമത്തെ വയസ്സിലാണ് പരാജയപ്പെട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് 2020 പരാജയപ്പെട്ടു. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി 75-ാമത്തെ വയസ്സിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഞാനിനി എന്നാ നോക്കാനാ, വയസ്സ് 75 എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ പിന്നീട് വന്ന 4 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ നിതാന്ത പരിശ്രമം, നല്ലൊരു ബിസിനസ്സുകാരനാണല്ലോ അല്ലേ, സ്വയം ബിസിനസ്സുകാരനെ വളർന്നു വന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ബിസിനസ്സുകാരനൊന്നും ആയിരുന്നില്ല. സ്വയം ബിസിനസ്സിലൂടെ ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മനുഷ്യനാണ് ട്രംപ്. 79-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും ഇലക്ഷനിൽ 2ാമത് അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചു വരുന്നെന്ന് പറയുമ്പോൾ ആ 4 വർഷക്കാലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം പരിശ്രമവും നമ്മൾ നോക്കണം. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളവർ ജപ്പാനിൽ 100 വയസ്സിന് ശേഷം ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ 90കളിലും അധ്വാനിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇഷ്ടമുള്ള അധ്വാനങ്ങളായിരിക്കും. ഒരുപക്ഷെ അവർ 30കളിലും 40കളിലും ഏർപ്പെട്ട അധ്വാന രീതി ആകണമെന്നില്ല 80കളിലും 90കളിലും ഏർപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, ജപ്പാൻകാരുടെ ആരോഗ്യത്തിൻ്റെ പിന്നിൽ, അവരുടെ ദീർഘായുസിൻ്റെ പിന്നിൽ അവരേർപ്പെടുന്ന അവർക്കിഷ്ടമുള്ള മേഖലകളുണ്ട് എന്നുള്ളതാണ്. ആ പ്രായമായി കഴിയുമ്പോൾ ഒരു പക്ഷേ ഭക്ഷണ ചെലവിനേക്കാളേറെ ചികിത്സാ ചെലവുകളാണ് ഏറെയെന്നറിയാം. അതിനാവശ്യമായിട്ടുള്ള പണം സമാഹരിക്കേണ്ടത് ആ പ്രായത്തിലല്ല എന്നും അതിന് മുന്നേ ആകണമെന്നും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പഴഞ്ചൊല്ല് പറയുന്നത്, ഇന്ന് വരും നാളെ പോകുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, ഒരു മണി പ്ലാനിങ്, ജീവിതത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട്, ജീവിത ചംക്രമണത്തിലെ 4 അവസ്ഥകളും കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയുടെ ഒരു പ്ലാനിങ് ആണ് പ്രധാനപ്പെട്ടത്.